എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. ഈ പ്രകാശത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ അതൊരു ബോറടിക്കലായി പോകരുത് എന്നുള്ളത് കൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഫ്രാറെഡ് രശ്മികൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഇൻഫ്രാറെഡ് രശ്മികൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷലാണ്. വില്യം ഹെർഷൽ ഓർമ്മയിരിക്കണം. വില്യം ഹെർഷൽ. എന്നാൽ അൾട്രാവയലറ്റ് രശ്മികൾ കണ്ടെത്തിയത് വില്യം റൈറ്ററാണ്. വില്യം റൈറ്റർ രണ്ടും ഓർമ്മയിരിക്കണം. അൾട്രാവയലറ്റ് രശ്മികൾ മുഖേന ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ഇത് 2007 കോട്ടയം LDCക്ക് വേണ്ടി ചോദിച്ചതാണ്. 2003 പാലക്കാട് ജില്ലയ്ക്കും ചോദിച്ചതാണ്. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ദീർഘനേരം വിധേയമായാൽ ത്വക്കിന് ഇരുണ്ട തവിട്ട് നിറം ഉണ്ടാകുന്നു. ഇതിനെ പറയുന്ന പേരാണ് സൺബേൺ. അത് ഓർമ്മയിരിക്കുക. ഇനി അൾട്രാവയലറ്റ് രശ്മികളുടെ തരംഗ ദൈർഘ്യം എത്രയെന്ന് വെച്ചാൽ 2,80,320 ന്യൂട്ടൺ മീറ്ററാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ തരംഗ ദൈർഘ്യം. ന്യൂട്ടൺ മീറ്ററാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ തരംഗ ദൈർഘ്യം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്, ഒരു പ്രകാശവർഷം 946.08. നമ്മൾ നേരത്തേക്ക് അത് എഴുതി വച്ചിരിക്കുന്നതായിരിക്കും, വെറുതെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. അത് പ്രധാനമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 946.08 ഇൻറ്റു 10⁻10 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം. എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അത് 946.08 ഇൻറ്റു 10⁻10. ഇതാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2010 LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ചോദിച്ച ചോദ്യം. ഒരു പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര വർഷത്തെയാണ് ഒരു പെർ സെക്കൻഡ് എന്ന് പറയുന്നത്? 3 × 2 പ്രകാശവർഷം. 3 × 2 പ്രകാശവർഷത്തെ ഒരു പെർ സെക്കൻഡ് എന്ന് പറയുന്നു. പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ള കണങ്ങളെയാണ് ടോക്കിയോണുകൾ എന്ന് പറയുന്നത്. ടോക്കിയോൺ എന്ന് പറയുന്നത് കൃത്രിമമായി കണ്ടെത്തിയ ഒരു പ്രകാശരശ്മിയാണ്. നേരത്തെ പറഞ്ഞ ന്യൂട്രിനോ അതല്ല. അത് ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന മൗലിക കണങ്ങളിൽപ്പെട്ടതാണ് ന്യൂട്രിനോ. ഇതങ്ങനെയല്ല, കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പ്രകാശമാണ്. ഇതാണ് ടോക്കിയോണുകൾ എന്ന് പറയുന്നത്. കണ്ടെത്തിയത് ECG സുദർശനൻ. കോട്ടയം ജില്ലയിൽ പള്ളം എന്ന സ്ഥലത്ത് എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് ആണ്. ജോർജിൻ്റെ മകനായിട്ടാണ് ECG സുദർശനൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കണികകൾക്ക് കൊടുത്തിരുന്ന പേര് ടോക്കിയോൺ എന്നല്ല, പകരം മെറ്റാ പാർട്ടിക്കിൾ എന്നാണ്.
ECG സുദർശന് ടോക്കിയോണുകൾ കൊടുത്തിരുന്ന പേര് മെറ്റാ പാർട്ടിക്കിൾ എന്നാണ്. മെറ്റാ പാർട്ടിക്കിൾ എന്ന പേര് കൊടുത്തിരുന്നു. പക്ഷേ ഈ മെറ്റാ പാർട്ടിക്കിൾ എന്ന കണങ്ങൾക്ക് ടോക്കിയോണുകൾ എന്ന പേര് കൊടുത്തത് ജെറാൾഡ് ഫൈബർഗ് എന്ന ശാസ്ത്രജ്ഞൻ. ജെറാൾഡ് ഫൈബർഗ് എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ഇനി വർണ്ണപ്രകാശരശ്മികളുടെ അപവർത്തന തോത് നിർണ്ണയിക്കുന്ന ഘടകം തരംഗദൈർഘ്യമാണ്. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകം അലുമിനിയമാണ്. ഓർമ്മയിരിക്കണം, പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകം അലുമിനിയം. പ്രകാശ സാന്ദ്രത കൂടുതലുള്ള പദാർത്ഥം, ഏറ്റവും കൂടുതൽ പ്രകാശ സാന്ദ്രതയുള്ള പദാർത്ഥം വജ്രമാണ്. പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കും. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. നമ്മൾ പഠിച്ചതുപോലെ പ്രകാശ ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഇവാഞ്ചലിസ്റ്റ് ടോറിസെല്ലി എന്ന് മാത്രം ഓർമ്മയിരുന്നാൽ മതി. പ്രകാശ ശൂന്യതയിലൂടെ സഞ്ചരിക്കും എന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ഇനി പ്രകാശത്തിൻ്റെ ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെ പറയുന്ന പേരാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്. വൈദ്യുതകാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ അല്ലെങ്കിൽ ജെ.സി. മാക്സ്വെൽ. വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ശൂന്യതയിലെ വേഗത. വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ശൂന്യതയിലെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് പ്രകാശവേഗതയാണ്. ശൂന്യതയിലുള്ള പ്രകാശവേഗതയാണ്. ഇതാണ് കാന്തിക തരംഗങ്ങളുടെ വേഗത. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നതാണ് പ്രകാശം. വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രകാശം. ഇനി തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഐസോഹെൽ. തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളെയാണ് ഐസോഹെൽ. 2007 LDCക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണ്, അത് ഓർമ്മയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. മറ്റൊരു ചോദ്യം, റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റൂദർഫോർഡാണ്. ആൽഫ, ബീറ്റ, ഗാമ പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ. റൂദർഫോർഡ് കണ്ടെത്തിയ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. പദാർത്ഥങ്ങളിൽ കൂടി തുളച്ചു കയറുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണം ഏത്? 2011 LDCക്ക് വേണ്ടി, എറണാകുളം ജില്ലയിൽ LDCക്ക് വേണ്ടി ചോദിച്ച ചോദ്യം. പദാർത്ഥങ്ങളിൽ തുളച്ചു കയറുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണം എന്ന് ചോദിച്ചാൽ അത് ഗാമാ വികിരണമാണ്. അത് ഓർമ്മയിരിക്കണം. ഇനി പ്രകാശവേഗതയ്ക്ക് തുല്യം, സൂര്യപ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് തുല്യമായ റേഡിയോ ആക്റ്റീവ് വികിരണം ഏതെന്ന് ചോദിച്ചാൽ അതും ഗാമാ വികിരണമാണ്. ആൽഫ വികിരണങ്ങൾക്ക് പോസിറ്റീവ് ചാർജും ബീറ്റ വികിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജും ഉണ്ട്. എന്നാൽ ഗാമാ വികിരണങ്ങളാവട്ടെ അവ ന്യൂട്രലാണ്, അവയ്ക്ക് വൈദ്യുത ചാർജ് ഇല്ല. അപ്പോൾ ആൽഫ വികിരണങ്ങളുടെ വേഗത
2 ഇൻറ്റു 10⁻⁷. 2 ഇൻറ്റു 10⁻⁷ മീറ്റർ/സെക്കൻഡ് ആണ് ആൽഫ വികിരണങ്ങളുടെ വേഗത. ആൽഫ വികിരണങ്ങളുടെ വേഗത 2 ഇൻറ്റു 10⁻⁷ ആണ് ആൽഫയുടെ. ബീറ്റയുടെ ആണെങ്കിൽ 2 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ്. അത് ബീറ്റ. ഗാമയുടെ ആണെങ്കിൽ 3 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ്. ഇത് ആൽഫ. ആൽഫ, ബീറ്റ, ഗാമ. ഗാമയ്ക്ക് സൂര്യപ്രകാശ വേഗതയാണ്. സൂര്യപ്രകാശത്തിൻ്റെ അതേ വേഗതയുള്ളതാണ് ഗാമാ വികിരണങ്ങൾ. അടുത്ത ചോദ്യം. റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ് ആണ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ്. നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത, ഏറ്റവും ഉയർന്ന ഊർജമുള്ള പ്രകാശകണം. ഏറ്റവും ഉയർന്ന ഊർജ ഉള്ള പ്രകാശകണം എന്ന് ചോദിച്ചാൽ അത് ഫോട്ടോണാണ്. ഏറ്റവും ചെറിയ കണം. ഒരു ആൽഫാ കണത്തിന് തുല്യമായ ന്യൂക്ലിയസ് ഉള്ള ആറ്റം എന്ന് ചോദിച്ചാൽ അത് ഹീലിയം ആറ്റമാണ്. ഹീലിയം ആറ്റം. കള്ളനോട്ട് തിരിച്ചറിയാനുള്ള പ്രകാശവികിരണം. കള്ളനോട്ട് തിരിച്ചറിയാനുള്ള വികിരണം എന്ന് ചോദിച്ചാൽ അത് അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ്. ഇനി പ്രകാശം 2 രീതിയിൽ സഞ്ചരിക്കും. അനുപ്രസ്ഥ രീതിയിലും അനുദൈർഘ്യ രീതിയിലും. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം. അനുപ്രസ്ഥ തരംഗങ്ങളാണ് പ്രകാശം എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രെണൽ. എന്നാൽ അനുദൈർഘ്യ തരംഗങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. ഇനി വേറെ ചോദ്യം. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം. ഒരു ഒപ്റ്റിക്കൽ ഗ്ലാസ് ഫൈബറിലൂടെ പ്രകാശത്തെ കൂടുതൽ ദൂരത്തേക്ക് കടത്തിവിടാമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാര്? ഒരു ഒപ്റ്റിക്കൽ ഗ്ലാസ് ഫൈബറിലൂടെ പ്രകാശത്തെ കൂടുതൽ ദൂരം കടത്തിവിടാം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് കാവോ. ചൈനക്കാരനായ ചാൾസ് കാവോ. ചാൾസ് കാവോ. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന രീതി വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയും. റേഡിയോ ആക്റ്റീവ് റേഡിയേഷനെ ആഗിരണം ചെയ്യാനോ തടഞ്ഞു നിർത്താനോ കഴിവുള്ള ലോകമാണ് ലെഡ്. ഓർമ്മയിരിക്കണം. സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇതിനി ചോദിച്ചുകൂടായില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. 2003 LDCക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. അത് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. എങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ്. പ്രകാശ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോട്ടോമീറ്റർ. സൂര്യനിൽ വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ വലിച്ചെടുക്കാൻ കഴിവുള്ള വായുവിലെ ഘടകം. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ, വിഷവാതകങ്ങളടങ്ങിയ അൾട്രാവയലറ്റ് രശ്മികളെ വലിച്ചെടുക്കാൻ കഴിവുള്ള വായുവിലെ ഘടകമാണ് ഓസോൺ. ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ആണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16.
അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്? പറഞ്ഞ ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2013 LDCക്ക് വേണ്ടി, ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ചോദിച്ച ചോദ്യം. ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഇപ്പോൾ ചോദിച്ചതാണ്. ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്താത്തതിന് കാരണം താഴെത്തട്ടിൽ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അതുപോലെ ഓസോൺ പാളി നശിപ്പിക്കാൻ കഴിയുള്ള വാതകം, പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർമ്മയിരിക്കണം. 2007 കോട്ടയം LDCക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. ഓസോൺ പാളിയെ നശിപ്പിക്കാൻ കഴിവുള്ള വാതകം കാർബൺ മോണോക്സൈഡാണ്. തെറ്റിപ്പോകരുത്, സംശയവും വരരുത്. ഓസോൺ പാളിയെ നശിപ്പിക്കാൻ കഴിവുള്ള വാതകം കാർബൺ മോണോക്സൈഡ്. സോപ്പ് കുമിളകളുടെ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം LDC 2003 ചോദിച്ച ചോദ്യമാണ്. സോപ്പ് കുമിളകളുടെ നിറങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസം. ഇൻ്റർഫറൻസ്. ഇനി ഒരു പച്ചയിലെ ചുവന്ന കണ്ണാടിയിൽ കൂടി നോക്കിയാൽ ഇലയുടെ നിറം എന്തായിരിക്കും? ഉത്തരം കറുപ്പ്. 2003 LDCക്ക് ചോദിച്ച ചോദ്യം. നിറങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിൻ്റെ പേര് ക്രോമറ്റോളജി. മഞ്ഞ, നീല എന്നീ പ്രകാശവർണ്ണങ്ങളെ മാത്രം കാണാൻ കഴിവുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് ഡൈക്രോമാറ്റിക് വിഷൻ. ഓർമ്മയിരിക്കണം. ഇനി വർണ്ണാന്തതയുള്ള ആളെ തിരിച്ചറിയാൻ കഴിയാത്ത നിറം ചുവപ്പും പച്ചയുമാണ്. 2003 LDCക്ക് വേണ്ടി ചോദിച്ച ചോദ്യം. മൂടൽ മഞ്ഞോ ഇരുട്ടോ ഉണ്ടായിരിക്കുമ്പോൾ വസ്തുക്കളുടെ വ്യക്തമായ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഫ്രാറെഡ് ക്യാമറ. നൈട്രജൻ വേപ്പർ ലാമ്പിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിൻ്റെ നിറം, നൈട്രജൻ ആണെങ്കിൽ ചുവപ്പ്, സോഡിയം ആണെങ്കിൽ മഞ്ഞ, ക്ലോറിൻ ആണെങ്കിൽ പച്ച, ഹൈഡ്രജൻ ആണെങ്കിൽ നീല, മെർക്കുറി ആണെങ്കിൽ വെള്ള. ഒരു ഫിലമെൻ്റ് ലാമ്പിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 1000 മണിക്കൂറാണ്. ഫ്ലൂറസെൻറ്റിൻ്റെ ആണെങ്കിൽ അത് 5000 മണിക്കൂറാണ്. 5000 മണിക്കൂർ. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം കറുത്ത നിറത്തിൽ കാണുന്നതിന് കാരണം ചന്ദ്രനിൽ വായു ഇല്ലാത്തത് കൊണ്ട് പ്രകാശത്തിന് വിസരണം സംഭവിക്കാത്തതാണ്. ഏറ്റവും കുറഞ്ഞ വേഗതയിൽ ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്ന വർണ്ണം വയലറ്റാണ്. ഓർമ്മയിരിക്കണം. മിന്നലിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഫുൾമിനോളജി എന്ന് വിളിക്കും. മിന്നലിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ഫുൾമിനോളജി. ഫുൾമിനോളജി. എക്സ്റേ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോളിഡ്ജ് ട്യൂബ്. പ്രധാനപ്പെട്ട 2 തരം എക്സ്റേ ഉണ്ട്, ഹാർഡ് എക്സ്റേ ആൻഡ് സോഫ്റ്റ് എക്സ്റേ. ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും ഹാർഡ് എക്സ്റേ ആണ്. അവയ്ക്കുള്ള പ്രത്യേകത തരംഗദൈർഘ്യം കുറഞ്ഞതും ഊർജം കൂടിയതുമാണ്. അതുകൊണ്ട് ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ഹാർഡ് എക്സ്റേ ഉപയോഗിക്കും. ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. ചലച്ചിത്ര പ്രദർശനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തത്വം, പ്രകാശ തത്വം ഏത്? ഉത്തരം വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത. മരീചികയ്ക്ക് കാരണമാവുന്ന പ്രകാശ പ്രതിഭാസം
അപവർത്തനം. കോൺകേവ് ലെൻസിനെ വിവർജന ലെൻസ് എന്ന് പറയാൻ കാരണം അത് പ്രകാശരശ്മികളെ വിവ്രജിപ്പിക്കുന്നതുകൊണ്ട്, വ്യത്യസ്ത ദിശകളിലേക്ക് മാറ്റിക്കുന്നത് കൊണ്ടാണ് അതിനെ വിവർജന ലെൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്നത് വിവ്രജിച്ചു പോകുന്ന പോലെ തോന്നും. ആദ്യമായി റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ, സർ ഐസക് ന്യൂട്ടനാണ്. പക്ഷേ ടെലസ്കോപ്പ് നിർമ്മിച്ച ആളല്ല. ടെലസ്കോപ്പ് നിർമ്മിച്ച ആൾ ഗലീലിയോ ഗലീലി. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചത് ഐസക് ന്യൂട്ടൻ. 1668 റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിക്കുന്നത്. ഐസക് ന്യൂട്ടൻ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിക്കുന്നത്. ഇനി ബൈഫോക്കൽ ലെൻസ്. ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകളെയാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. സാധാരണ കണ്ണിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനും ദീർഘദൃഷ്ടി പരിഹരിക്കാനും വെവ്വേറെ ഗ്ലാസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകളാണ് ബൈഫോക്കൽ ലെൻസുകൾ. ഈ ബൈഫോക്കൽ ലെൻസുകൾ കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇദ്ദേഹം മറ്റൊന്നുകൂടി കണ്ടുപിടിച്ചു. ഇടിമിന്നലുകളിൽ നിന്നും രക്ഷ നേടാനുള്ള മിന്നൽ രക്ഷാചാലകം അഥവാ ലൈറ്റനിങ് കണ്ടക്ടർ. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനും ഇദ്ദേഹമാണ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കണ്ണിലെ കോർണിയയ്ക്ക് വൃത്താകൃതി ഇല്ലെങ്കിൽ കണ്ണിനുണ്ടാവുന്ന ന്യൂനത, കണ്ണിലെ കോർണിയയ്ക്ക് വൃത്താകൃതി ഇല്ലെങ്കിൽ കണ്ണിനുണ്ടാവുന്ന ന്യൂനതയുടെ പേരാണ് അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി. ഇത് പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസുകൾ ഉപയോഗിക്കുന്നു. ഒരു കോൺവെക്സ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം, കോൺവെക്സ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. യഥാർത്ഥം എന്ന് പറയാൻ സ്ക്രീനിൽ പിടിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും, മറ്റൊന്ന് തലകീഴായിരിക്കും. ഇനി ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ടങ്സ്റ്റൺ ഫിലമെൻ്റാണ്. ടങ്സ്റ്റൺ ഫിലമെൻ്റ്. പക്ഷേ ചോദ്യം, വെള്ളത്തിൽ നാട്ടിയിരിക്കുന്ന വടി വളഞ്ഞതായി തോന്നാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം മുഖേനയാണ് വെള്ളത്തിൽ നാട്ടിയിരിക്കുന്ന വടി വളഞ്ഞതായി തോന്നുന്നത്. വളരെ വേഗത്തിൽ ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്ന വർണ്ണം എന്ന് ചോദിച്ചാൽ അത് ചുവപ്പാണ്. ചുവപ്പ്. മഴവില്ലിൻ്റെ പുറംവക്കിലുള്ള നിറം എന്ന് ചോദിച്ചാൽ ചുവപ്പ്. മധ്യത്തെ നിറം പച്ച. അകംവക്കിലുള്ള നിറം വയലറ്റ്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പായിരിക്കും. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിച്ചാൽ വസ്തുവിൻ്റെ നിറം വെളുപ്പ്. അടുത്തത്, മഴയോ ഉണ്ടായിരിക്കുമ്പോൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയായിരിക്കും. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണപ്രകാശത്തെ ആഗിരണം ചെയ്ത് തരംഗദൈർഘ്യം കൂടിയ വർണ്ണപ്രകാശമാക്കി മാറ്റാൻ കഴിവുള്ള പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് ഫ്ലൂറസെൻസ്. ഇനി
ഒരു ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേര്. 2013 തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി PSC ചോദിച്ച ചോദ്യം, LDCക്ക്. ഉത്തരം പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. ഒരു ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വിഘടിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ. മഴവില്ലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ പ്രകീർണനം ആണ്. ഇനി TV സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന നിറങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ ചുവപ്പ്, പച്ച, നീല എന്ന് പറഞ്ഞാൽ ഇവ അടിസ്ഥാന വർണ്ണങ്ങൾ, പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കും. ഇവയാണ് TV സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ. അടിസ്ഥാന വർണ്ണങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തോമസ് യങ്. അടിസ്ഥാന വർണ്ണങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തോമസ് യങ്.